السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഹജ്ജിന് മുമ്പുള്ള നമ്മുടെ ഈ മക്കയിലെ അവസാനത്തെ ഒരുമിച്ച് കൂടലാണ് ഇത്. നമ്മൾ എത്തി നിൽക്കുന്നത് മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിൽ നിന്ന് ഫജ്ർ നമസ്കരിച്ച് ഒരൽപ്പം കഴിഞ്ഞ ശേഷം നമ്മൾ മിനയിലേക്ക് പുറപ്പെടും. ആ യാത്ര അത് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് വാഹന സൗകര്യങ്ങളൊന്നും യാത്രയിൽ കിട്ടാൻ സാധ്യതയില്ല. നടന്നു വേണം ആ യാത്ര. വളരെ ചെറിയ ദൂരേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ യാത്രയുടെ സവിശേഷത ഹജ്ജിന് വന്ന ഏകദേശം എല്ലാ ആളുകളും നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ആ യാത്രയെക്കുറിച്ച് പറയുന്നത്. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്. പിന്നീട് ജനങ്ങൾ ഒഴുകുന്ന ദിക്കിലേക്ക് നിങ്ങളും ഒഴുകുക. അത് ശരിക്കും ഒരു ഒഴുക്കാണ്. തൊട്ടടുത്തുള്ള ചെറിയ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നമ്മൾ നോക്കിയാൽ കാണും ഒരു വെള്ളക്കടലിങ്ങനെ ഒഴുകിപ്പോകുന്നത്. അത്ര മനോഹരമായിരിക്കും. ഒഴുകിപ്പോകുന്ന സമയത്ത് ഉണ്ടാകേണ്ടത് 3 വൈകാരികതകളാണ്. ഒന്നാമത്തേത് നമുക്ക് സന്തോഷമുണ്ടാകും. സന്തോഷം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമുക്ക് അള്ളാഹു നിഅമത്ത് പൂർത്തിയാക്കി തന്ന സന്തോഷം. നിഅമത്ത് എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. നമുക്ക് മഗ്ഫിറത്ത് കിട്ടി എന്നതാണ് നിഅമത്ത്. ആ നിഅമത്ത് പൂർത്തിയായി കിട്ടി എന്ന സന്തോഷം. രണ്ടാമത്തേത് മുസ്ദലിഫയിൽ നിന്നത് മൂലം, അല്ലെങ്കിൽ മുസ്ദലിഫയിൽ രാത്രി താമസിച്ചത് മൂലം നമുക്ക് അള്ളാഹുവുമായുള്ള അടുപ്പം ശക്തമായി എന്നത്. ഇസ്തിലാഫ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. മുസ്ദലിഫ് അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമായി എന്നത്. മൂന്നാമത്തേത് നമ്മുടെ ഹജ്ജ് എന്ന ഇബാദത്തിൻ്റെ അമലുകൾ, അതിലേറ്റവും റുക്കനായി ഉള്ള അറഫ അവസാനിച്ചു. ഹജ്ജിൻ്റെ പരിപൂർണതയിലേക്ക് നാം എത്തുകയാണ് എന്ന സന്തോഷം. ദീൻ അള്ളാഹു പൂർത്തിയാക്കി തന്നത് അറഫ ദിവസമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണത ബോധ്യമാകുന്നത് ആ ദിവസം. ഈ 3 വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ നാം ഈ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അപ്പോഴത്തെ മനോഗതി, മാനസികാവസ്ഥ വിവരണാതീതമായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാത്ത ഒരവസ്ഥയിലായിരിക്കും നാം. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണ കൊച്ചു കുഞ്ഞിനെ പോലെ എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കും നമ്മൾ. നമുക്ക് ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, ആരെയും വാരിപ്പുണരാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ കഴിയുന്ന, തന്നോട് ചിരിക്കുന്നവരോടും ചിരിക്കാത്തവരോടും ചിരിക്കുന്ന, തന്നെ സന്തോഷിപ്പിക്കുന്നവരോടും ദുഃഖിപ്പിക്കുന്നവരോടും സന്തോഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു വികാരം നമുക്കെന്നെ ഇങ്ങനെ വരും. നമ്മൾ തൽബിയത്ത് ചൊല്ലുന്നുണ്ടാകും, തക്ബീറും ചൊല്ലുന്നുണ്ടാകും. അത് ആ യാത്രയുടെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസു വസ്തഗ്ഫിറുല്ലാഹ്. ഇത് നമ്മൾ ഇനി വിട്ടുപോകാൻ പാടില്ല. നമുക്ക് എല്ലാ ഇബാദത്തുകളുടെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയായി പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാറുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാന കർമ്മമായ ഹജ്ജ് കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഹജ്ജ് കഴിഞ്ഞാലും എന്ത് വേണം? ഇസ്തിഗ്ഫാർ കൂടെ ഉണ്ട്. അഥവാ ഒരു തെറ്റ് നമ്മുടെ ഉള്ളിൽ വന്നു പോയാൽ അത് തെറ്റാണെന്ന് നാം സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടല്ല, നമ്മൾ സ്വയം സമ്മതിക്കുകയും
അള്ളാഹുവിനോട് ഇത് പറയുകയും എനിക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് ഞാൻ മനുഷ്യനാണല്ലോ, തെറ്റുപറ്റും, മനുഷ്യർക്ക് തെറ്റുപറ്റും, തെറ്റുപറ്റാതെ ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വിചാരിച്ചാലും തെറ്റുപറ്റാത്തൊന്നും ഉണ്ടാവില്ല, തെറ്റുപറ്റും. പക്ഷെ ഹജ്ജ് കഴിഞ്ഞാലുണ്ടാകേണ്ട സവിശേഷത തെറ്റുപറ്റിയാൽ നമുക്ക് പശ്ചാത്താപ ബോധം വരും. ഇതുവരെ നമ്മൾ പിടിച്ചു നിൽക്കുകയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക ചെയ്തു, ഞാൻ ചെയ്തതാണ് ശരി എന്നൊക്കെ പറയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇന്നു മുതൽ നമുക്ക് ആ മാറ്റം വരും. അതൊക്കെ നമ്മുടെ ഹജ്ജിൻ്റെ സ്വീകാര്യതയെ കുറിക്കുന്ന അടയാളങ്ങളാണ്. നമുക്ക് മാറ്റം വരും. നമ്മൾ തന്നെ പറയും, ശരിയാ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അത് മതി അള്ളാഹ്ക്ക്. ഇഅ്തിറാഫ് ദുനൂബാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനം. ഒരടിമക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കുക, അതിനെ അഡ്മിറ്റ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ കുട്ടികൾ നമ്മുടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ആദ്യം ശ്രമിക്കരുത് എന്തിനാ? അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനല്ലേ. അതാണല്ലോ ശരിയായതും. അതുതന്നെ അള്ളാഹുവും ചെയ്തു. അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാൽ നമ്മൾ മക്കളോട് പൊറുക്കും പലപ്പോഴും. പക്ഷെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തും, അത് അള്ളാഹു നടത്തും. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകിയേക്കാം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അള്ളാഹുവും റസൂലും വിലക്കിയ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സുഖമോ അല്ലെങ്കിൽ സന്തോഷമോ ജീവിത വിശാലതയോ ഒക്കെ കിട്ടിയാൽ നമ്മൾ വിചാരിക്കരുത് അത് അള്ളാഹു എന്നെ ബഹുമാനിക്കുകയാണ് എന്ന്. ഒരിക്കലും വിചാരിക്കരുത്. അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വാക്കുണ്ട്, വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. നമ്മൾ അവരുടെ തുഗ്യാൻ എന്ന് പറഞ്ഞാൽ ഈ അതിക്രമമാണ്. അതിക്രമത്തിൽ വെച്ച് ഏറ്റവും വലുത് ഇതാണ്, അവരെങ്ങനെ വിരഹിക്കാൻ വിടും. ആ വിരഹിക്കാൻ വിടുന്നതൊരിക്കലും അവനെ ആക്രമിക്കാനല്ല, ബുദ്ധിമുട്ടിക്കാനല്ല, ശിക്ഷിക്കാനല്ല, മറിച്ച് അവന് ബോധ്യം വരാനാണ്. വബലൗന ബിൽ ഹസനാത്തി വസ്സയ്യിആത്ത് പറഞ്ഞല്ലോ. എന്തിനാ? ഹസനാത്തുകളുടെയും സയ്യിആത്തുകളുടെയും, നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും പരീക്ഷണങ്ങൾ വരുന്നത് ലഅല്ലഹും യർജിഊൻ, അവരെ മടങ്ങാനാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകും. നമ്മൾ നടന്ന് മിനയിലെത്തി. നോക്കൂ, ഈ നടക്കുമ്പോഴൊക്കെ ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമുക്ക് ഈ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു തന്നതൊക്കെ സംഭവിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഹദീസ് പറഞ്ഞല്ലോ, ഞാൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ ആ തൽബിയത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാം കല്ലുകൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? തിരിച്ച് തൽബിയത്ത് ചൊല്ലും. മനസ്സിലായില്ലേ? ഹദീസാണ് വിശ്വാസം പറഞ്ഞത്. ആ ശരിക്കും നമുക്കങ്ങനെ ഫീൽ ചെയ്യാം. നമ്മൾ ആ മലമടക്കുകളിലൂടെ തൽബിയത്ത് ചൊല്ലി പോകുമ്പോൾ നമ്മൾ കേൾക്കണം ഈ പർവ്വതങ്ങൾ തൽബിയത്ത് ചൊല്ലുന്നത്. നമ്മൾ കേൾക്കും. പക്ഷെ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സലീമായ നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമയായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുപോകണം. സ്വാഭാവികമായി നമ്മൾ തിരിച്ചു കേൾക്കും തൽബിയത്ത്. അത് ഭയങ്കര ഒരു വികാരമാണ്. അതൊക്കെ ശരിക്കും ഇങ്ങനെ കേൾക്കും നമ്മൾ, ഭയങ്കര ശബ്ദത്തിൽ. അത് എക്കോ ഒന്നും അല്ലത്, അത് ശരിക്കും നമ്മൾ അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും ഇനി അങ്ങോട്ടുള്ളതൊക്കെ അത്തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ ടെൻറ്റിലെത്തി നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് വേണമെങ്കിൽ അല്പസമയം വിശ്രമിച്ച് നമ്മൾ കല്ലെറിയാൻ പോകും. ദുൽഹജ്ജ് 10 നാം ഉള്ളത് എന്ന് ഓർക്കണം. ദുൽഹജ്ജ് 10 യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്കും സന്തോഷമാണ്, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും സന്തോഷമാണ്. ഈദുൽ അദ്ഹയുടെ ദിവസം. എന്താണ് ആ സന്തോഷത്തിൻ്റെ കാരണം എന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് പൂർത്തിയായ സന്തോഷമാണ്. ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന വിഷയത്തിൽ
ഏതൊരു അറ്റം വരെയും പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് തെളിയിക്കലാണ് സന്തോഷം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അറുത്ത ദിവസമാണ്, അറുക്കാൻ ശ്രമിച്ച ദിവസമാണ്. അറുത്താന്ന് പറഞ്ഞാൽ അറുക്കാൻ ശ്രമിച്ച ദിവസമാണ്. അഥവാ ഇബ്രാഹിം നബിയുടെ ദുർബലതയായിരുന്നു ഇസ്മായിൽ. നമുക്കൊക്കെ ഓരോ വീക്ക്നെസ് ഉണ്ടാവും ജീവിതത്തിൽ, ആരും ഉണ്ടാവില്ലല്ലോ. നമ്മൾ തന്നെ പറയും ആ മോൻ എൻ്റെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ മോളെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അല്ലെങ്കിൽ ഇന്നൊരു സംഗതി എൻ്റെ വീക്ക്നെസ്സാണ്. നമ്മൾ അറിയേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഇസ്മായിൽ. അതിന് കാരണം പറയണ്ടല്ലോ, നമുക്ക് മനുഷ്യരായതുകൊണ്ട് നമുക്കറിയാം എന്താ കാരണം എന്നുള്ളത്. അങ്ങനെ ഉണ്ടായൊരു കുഞ്ഞാണ്, ആ സമയത്തുണ്ടായൊരു കുഞ്ഞാണ്. ആ വീക്ക്നെസ്സിലാണ് അള്ളാഹു പിടിച്ചത്. അതിനെയാണ് ആക്കാൻ പറഞ്ഞത്. അതെന്തിനാ? അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞല്ലോ. വഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ സമ്പൂർണമായി സമർപ്പിക്കണം ഇബ്രാഹിമെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഒരിക്കലും ചിന്തിക്കാതെ പറഞ്ഞു, അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കാതെ പറഞ്ഞു അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാനെല്ലാം സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ചു. ആ പരിശോധന അല്പം തീവ്രമായിരുന്നു എന്ന് മാത്രം. നമ്മളൊക്കെ അള്ളാഹു നമ്മൾ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. നമ്മളെല്ലാ ദിവസവും നമസ്കാരത്തിൽ പറയുന്നില്ലേ അനമിനൽ മുസ്ലിമീൻ വജ്ഹതു വജ്ഹിയ അല്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ, അനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് അള്ളാഹു പരിശോധിക്കും നമ്മൾ മുസ്ലിമാണോ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ സകലതും സമർപ്പിക്കാൻ കഴിയുന്നവനാണോ എന്ന് പരിശോധിക്കും. അപ്പോൾ സത്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അത്തരത്തിലുള്ള കടുപ്പമുള്ള ഒരു സമർപ്പണത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. ആ വിജയത്തിൻ്റെ സന്തോഷമാണ് എന്ത്? ബലിപെരുന്നാൾ. അതാണ് ലോക മുസ്ലിങ്ങളുടെ സന്തോഷം. നമ്മൾ ശരിക്കും ബലിയിറക്കുമ്പോഴും അല്ലെങ്കിൽ ഈദുൽ അദ്ഹ ആഘോഷിക്കുമ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും കടുപ്പമുള്ള വൈകാരികത അതാണ്. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സന്ദേശം കേൾക്കുന്നതിനോ അനുസരിക്കുന്നതിനോ വിധേയപ്പെട്ട് ജീവിക്കുന്നതിനോ തടസ്സമുള്ള എന്തെങ്കിലും ദുർബലതകളുണ്ടെങ്കിൽ ആ ദുർബലതകളെയൊക്കെ ഞാൻ എന്താക്കും? ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ അറുക്കുവാൻ സന്നദ്ധനായോ അതുപോലെ ഞാൻ അറുത്തു മാറ്റും. ആ സന്ദർഭത്തിൽ നമ്മൾ അനുഭവപ്പെടും. അറുത്തു മാറ്റുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതായിരിക്കും നമ്മൾ അറുത്തു മാറ്റാൻ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. അത്യാവശ്യം ഉണ്ടായിരിക്കും. അതങ്ങനെ അത്യാവശ്യമുള്ളതാണെങ്കിൽ അള്ളാഹു അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ നമുക്കത് നിലനിർത്തി തരും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ്? ചില സംഗതികൾ നമുക്ക് തോന്നും അത് ഭയങ്കര അത്യാവശ്യമാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. അതാണെങ്കിൽ അത് അള്ളാഹുവിന് അറിയാമാണോ അല്ലേ അത്ര. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് നിലനിർത്തി തരും. ഏതുപോലെ? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നിലനിർത്തി കൊടുത്തതുപോലെ. ക്ലിയർ അല്ലേ? മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ പോകരുത്. ഞാൻ അത് ഒഴിവാക്കിയാൽ എനിക്ക് ഈ നഷ്ടം വരുമല്ലോ. നെവർ. ഒരു നഷ്ടവും വരില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കൂലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ സന്തോഷം. ഈ ഒരു സന്തോഷത്തിലാണ് നാം ഇനി കല്ലെറിയാൻ പോകുന്നത്. 5 കർമ്മങ്ങളാണ് പറ്റുമെങ്കിൽ ദുൽഹജ്ജ് 10 നമുക്ക് ചെയ്യാനുള്ളത്. 5 കർമ്മങ്ങൾ. ദുൽഹജ്ജ് 10 എന്ന് പറഞ്ഞാൽ യൗമുൻ നഹ്റാണ്. എൻ്റെ പേരതല്ലേ? അല്ലെങ്കിൽ യൗമു ഈദുൽ അദ്ഹയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ അതിന് മനോഹരമായ മറ്റൊരു പേര് പറഞ്ഞിട്ടുണ്ട്. യൗമുൽ ഹജ്ജുൽ അക്ബർ. യൗമുൽ ഹജ്ജുൽ അക്ബർ. ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസമാണ്. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തെറ്റിദ്ധാരണയുള്ളത് അറഫ ദിവസം വെള്ളിയാഴ്ച ആയാലാണ് എന്ത് ഹജ്ജുൽ അക്ബർ. എന്നിട്ട് പറയുമോ ഈ കൊല്ലം ഹജ്ജുൽ അക്ബർ ആട്ടോ. ഹജ്ജുൽ അക്ബർ എല്ലാ ഹജ്ജിലും ഉണ്ട്. അത് ദുൽഹജ്ജ് 10 എന്ന ദിവസത്തിൻ്റെ പേരാണെന്ത്? ഹജ്ജുൽ അക്ബർ. അല്ലാതെ ഒരു ഹജ്ജിൻ്റെ പേരല്ല. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് അത്. അപ്പം അതിൽ ഒന്നാമത്തെ കർമ്മം നമ്മൾ ആദ്യം ചെയ്ത ഒന്നാമത്തെ കർമ്മമാണ്. ഒന്നാമത്തെ കർമ്മം കല്ലെറിയലാണ്. കല്ല് നമ്മൾ സാധാരണ എല്ലാവരെയും നിങ്ങൾ കാണും, മുസ്ദലിഫയിൽ ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി കല്ല് പെറുക്കലാണ്. മനസ്സിലായി?
നമുക്ക് വേണമെങ്കിൽ മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കാം. പക്ഷെ ആദ്യത്തെ പണി അതാകരുത്. ആദ്യത്തവും രണ്ടാമത്തവും മൂന്നാമത്തവും ഒന്നും അതാകാൻ പാടില്ല. എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ കാണുമെങ്കിൽ പൊറുക്കുക. അല്ലെങ്കിൽ നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ എന്തുണ്ടാവും? കല്ലുണ്ടാവും. കല്ല് കിട്ടാത്തത് കൊണ്ട് എറിയാൻ ആരും ഏറും മുടങ്ങൂല എന്നർത്ഥം. മനസ്സിലായില്ലേ? 7 കല്ലുകളാണ് നമുക്ക് ഇന്ന് ആവശ്യം. 7 കല്ലുകൾ. അതിന് 10 പൊറുക്കാം നമുക്ക്. മനസ്സിലായി? അല്ലാതെ ഇനി എറിയാനുള്ള എല്ലാ ദിവസത്തിനും കൂടി ഉള്ളതൊക്കെ പൊറുക്കി കയ്യിൽ വെച്ച് നടക്കണം എന്നില്ല. സുഭിക്ഷമായി കിട്ടുമെങ്കിൽ എടുക്കണ്ട എന്നല്ല, അത് തിരഞ്ഞ് നമ്മൾ സമയം, നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അതിനു വേണ്ടി സമയം ചെലവാക്കരുത്. അപ്പം നമ്മൾ കല്ലുകൾ എടുത്തു. കല്ലുകൾ കഴുകേണ്ടതില്ല, അത് വൃത്തിയാക്കേണ്ടതില്ല. ചെറിയ കല്ലുകളാണ്. കടലമണിയേക്കാൾ പറ്റുമെങ്കിൽ ചെറിയ കല്ലുകൾ. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ കല്ലെറിയാൻ വേണ്ടി നീങ്ങുകയാണ്. കല്ലെറിയാൻ വേണ്ടി നീങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഇഫാദത്താണ് അപ്പോഴുള്ളത് കേട്ടോ. ഒഴുക്കാണ്. ആ ഒഴുക്ക് ശരിക്കും തവാഫുൽ ഇഫാദ വരെ ഇഫാദത്താണ്. തവാഫുൽ ഇഫാദ എന്ന് പറഞ്ഞാൽ തവാഫുണ്ടല്ലോ, അത് ഈ ഒഴുകി വന്നിട്ടുള്ള തവാഫ്. അതുകൊണ്ടാണ് ഈ തവാഫുൽ ഇഫാദ പറഞ്ഞത്. അപ്പോൾ ഇതും ഒഴുക്കാണ്. നമ്മളൊരു ചെറിയ റെസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ വഴിയിൽ. നമ്മൾ ടെൻ്റ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മളൊരു റെസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി നമ്മളിങ്ങനെ ഒഴുകി നമ്മൾ ജംറയിലെത്തും. നമ്മൾ ജംറകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 3 ജംറകളാണ് ഉള്ളത്. 3 ജംറകൾ. നമ്മൾ മിനയിൽ വരുമ്പോൾ ആദ്യം കാണുന്ന ജംറ, അതിൽ നമ്മളെ അന്ന് എറിയില്ല. ജംറത്തു സുഗ്റ പറയും, അത് എറിയില്ല. രണ്ടാമത് കാണുന്ന ജംറ, അതാണ് ജംറത്തുൽ വുസ്ത എന്ന് പറയുന്നത്. സുഗ്റ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ്, വുസ്ത എന്ന് പറഞ്ഞാൽ നടുക്കുള്ളത്, മിഡിലുള്ളത്, അതിലെറിയില്ല. മൂന്നാമത്തെ ജംറ അഥവാ മിനയിൽ നിന്ന് വരുമ്പോൾ അവസാനത്തെ ജംറ, മക്കയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ. ക്ലിയർ അല്ലേ? ആരെങ്കിലും മക്കയിൽ പോയിട്ടാണ് തിരിച്ചു വരണമെങ്കിൽ ആദ്യത്തെ ജംറയിൽ, ഇവിടുന്നാണ് വരുന്നെങ്കിലോ മൂന്നാമത്തെ ജംറ. അതാണ് ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് നമ്മൾ 7 കല്ലുകൾ വീതം എറിയേണ്ടത്. ഈ ജംറ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ സൗകര്യമുള്ള ഒരു സംവിധാനമാണ്. ആരും ഈ കല്ലേറിനെ കുറിച്ച് ബേജാറായി പോകേണ്ടതില്ല എന്നർത്ഥം. 6 നിലകളുണ്ട് ആ ജംറ. നിങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബ്രിഡ്ജ് മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വലിയ പാലം അങ്ങനെയാണ് അനുഭവപ്പെടുക. 6 നിലകളുണ്ട്. ഓരോ നിലയും 12 മീറ്റർ ഉയരമുണ്ട്. എത്ര ഉയരമായി എന്നാലോചിച്ചു. എന്നുവെച്ചാൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു നിലയിൽ ഏകദേശം ഒരു സമയത്ത് 120,000 അഥവാ 1,20,000 ഹാജിമാരെ ഉൾക്കൊള്ളും. 1,20,000 ഹാജിമാരെ ഉൾക്കൊള്ളും ഒരു നിലയിൽ. ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഇതിൽ ഒരേ സമയത്ത് അത്രയും ആളുകൾക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടത്. നല്ല ഹെൽത്തി ബ്രിഡ്ജാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 6 നിലയിലും കൂടി എത്ര ആളുകൾക്ക് നിൽക്കാൻ നോക്കും? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരിക്കലും ആ എയറിനെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യണ്ട. അതൊരു ഫ്ലോ ആണ്, ഒഴുക്കാണ്. അതും ആരും നിൽക്കൂല അവിടെ. പ്രത്യേകിച്ച് അന്ന് നിൽക്കാനേ അല്ല, അന്ന് ദുആ അല്ല എയർ കഴിഞ്ഞ ശേഷം. അപ്പോൾ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് വല്ലാത്തൊരു ബേജാറ് ഉണ്ടാകേണ്ടതില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതിലേക്കൊക്കെ കയറാൻ എസ്കലേറ്ററുകളുണ്ട്. പിന്നെ അതിനും സാധിക്കാത്തവർക്ക് ഈ ലിഫ്റ്റുകളുണ്ട്. ഈ 6 ഫ്ലോറിലേക്കും ആംബുലൻസിന് വരാൻ കഴിയുന്ന ലിഫ്റ്റാണ്. ആംബുലൻസ് തന്നെ ലിഫ്റ്റിലാണ് അവിടെ പോവുക. അത്രയും നല്ല വിശാലമായ ലിഫ്റ്റുകളുണ്ട്. ഒരു ബേജാറും കല്ലെറിയണ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനിയും ആവർത്തിച്ച് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഭൗതികതയെക്കുറിച്ച് ബേജാറാകരുത്. ഭൗതികതയെക്കുറിച്ച് ബേജാറാകരുത്. എന്തെങ്കിലും വീഴ്ച കർമ്മങ്ങളിൽ വന്നാൽ പോലും അത് നമ്മുടെ കൽപ്പിച്ചു കൂട്ടിയുള്ള വീഴ്ച അല്ലെങ്കിൽ അള്ളാഹു വിടും. മനസ്സിലായില്ലേ? കൽപ്പിച്ചു കൂട്ടിയുള്ള വീഴ്ചയാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. രണ്ടും നമുക്ക് അള്ളാഹു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായല്ലേ? കൽപ്പിച്ചു കൂട്ടിയുള്ള വീഴ്ചയാണെങ്കിൽ പരിഹാരം അള്ളാഹു പറഞ്ഞു. കൽപ്പിച്ചു കൂട്ടിയുള്ള വീഴ്ച അല്ലെങ്കിലോ അള്ളാഹു അത് വിടും ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം.
മുസ്ദലിഫയിൽ രാത്രി താമസിക്കണം. അതാണ് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ അതിന് നമ്മൾ ഫൈൻ കൊടുക്കണം. അതിനാണ് എന്ത് പറയാം, വാജിബ് എന്ന് പറഞ്ഞാൽ. റുക്കിന് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ ആ കർമ്മം തന്നെ എന്താവും, ഇല്ലാതാവും, ഫൈൻ കൊണ്ടൊന്നും രക്ഷപ്പെടില്ല. അതാണ് ഈ റുക്കിനും വാജിബും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? അപ്പം ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ് രാത്രി മുസ്ദലിഫയിൽ താമസിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരാൾക്ക് അനാരോഗ്യമുണ്ടായി, രോഗം വന്നു, പ്രയാസമായി. അപ്പോൾ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അനുവാദം കൊടുത്തു. എന്തിന്? അയാൾ അർദ്ധരാത്രി കഴിഞ്ഞാൽ അയാൾക്ക് മുസ്ദലിഫയിൽ നിന്ന് മടങ്ങാം. ഇതയാൾക്ക് അനുവാദമുള്ളതാണ്, ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഒരാൾ ഇതൊന്നുമില്ലാതെ അയാൾ മടങ്ങി, അയാൾക്ക് ഒരു അനാരോഗ്യവും ഇല്ല, ഒരു പ്രശ്നവുമില്ല, പക്ഷെ മടങ്ങി. എന്നാൽ അയാൾ എന്ത് ചെയ്യണം? ഒരു പ്രായശ്ചിത്തം നൽകണം, അത്രയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഭൗതികതയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബേജാറാകും. അപ്പോൾ നമ്മൾ ജംറയുടെ അടുത്തെത്തി 7 കല്ലുകൾ വീതം എറിയും. ഓരോ കല്ലും ഇങ്ങനെ എറിയണം. ഒക്കെ വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പണിയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാണ് ഓരോ കല്ലുകളും എറിയേണ്ടത്. ഓരോ കല്ലുകൾ എറിയുമ്പോഴും നമ്മളൊരു കേവലം കല്ലെറിയലാകരുത്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ അവിടെ വെച്ച് കാണും, പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മൾ ശൈത്താനല്ല കല്ലെറിയുന്നത്, ശൈത്താനെയാണ് കല്ലെറിയണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെരുപ്പ് എറിയും, വലിയ കല്ലൊക്കെ കൊണ്ടുവന്ന് എറിയും, ഭയങ്കര ഏറൊക്കെ ഉണ്ടാവും. നമ്മൾ എറിയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇസ്ലാമീയത്തിനെതിരായ കാര്യത്തെയാണ്. മുസ്ലിമാകാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ടോ അതൊക്കെ ഞാനിവിടെ എറിഞ്ഞു പോകും. അല്ലെറിയണം, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നും ബാക്കിയാകാതെ എറിഞ്ഞിട്ട് സലീമായ കൽബോടുകൂടി, നിഷ്കളങ്കമായ നിർമ്മലമായ കൽബോടുകൂടിയായിരിക്കണം ആ ഏറ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അവസാനത്തെ കല്ലെറിയുമ്പോഴും നമ്മൾ പറയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ബാക്കിയൊക്കെ എത്ര വലുതാണെന്ന് എനിക്ക് തോന്നിയാലും ബാക്കിയൊക്കെ എന്താണ്? ചെറുതാണ്. ഇതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, ബാക്കിയുള്ളതൊക്കെ ചെറുതാണെന്ന്. ബാക്കിയുള്ളതൊക്കെ ചെറുതാണെന്ന് പറഞ്ഞാൽ ഞാൻ മുഖവിലേക്ക് എടുക്കുക ആരെയായിരിക്കും? അള്ളാഹുവിനെ ആയിരിക്കും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇനി നമ്മൾ രണ്ടാമതായി ചെയ്യാനുള്ള കർമ്മം അറവ് നടത്തലാണ്. നമ്മുടെ അറവ് നമ്മൾ ഒന്നിച്ച് ഒരു ദിവസമാണ് അറക്കുക. ഇൻഷാ അല്ലാഹ് അറുക്കാൻ സ്വയം അറുക്കാൻ താല്പര്യമുള്ളവർക്ക് അറുക്കാൻ നിശ്ചയിച്ച സ്ഥലത്ത് പോയി അറുക്കാം. അല്ലെങ്കിൽ നമ്മൾ വക്കാലത്ത് കൊടുത്ത് അവർ അറുക്കും. അത് നമ്മൾ അന്ന് അറുക്കുന്നില്ല, പിറ്റേ ദിവസമായിരിക്കും അറുക്കുക. അന്ന് നമുക്ക് കഴിയില്ല, നമ്മൾ വളരെ ക്ഷീണിതരായിരിക്കും. പിന്നെ അറുക്കണ സ്ഥലത്തേക്കും പിന്നെ പോകണം. വാഹനങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. കിട്ടിയാൽ തന്നെ റോഡുകൾ നിങ്ങൾ കണ്ടല്ലോ, വാഹനങ്ങൾ നീങ്ങൂല. അപ്പോൾ അതുകൊണ്ട് നടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അന്നത്തെ അറവ് നമ്മൾ മാറ്റിവെച്ച് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമോ ഒക്കെ ആയിരിക്കും അറുക്കുക. നമ്മുടെ സൗകര്യം അനുസരിച്ചാണ്. നമ്മൾ പോകുന്നുവെങ്കിൽ നമുക്ക് തന്നെ അറുക്കാം. കുറച്ചാണെങ്കിലും പോയി നമ്മളത് കാണുന്നത് നല്ലതായിരിക്കും. നമ്മളത് അറുത്തു എന്നുള്ളത് നമ്മൾ കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത് അറവാണ്. അപ്പോൾ അതങ്ങനെ വിട്ടു. മൂന്നാമത്തേത് മുടി കളയലാണ്. പുരുഷന്മാർ മുടി കളയണം, സ്ത്രീകൾ മുടി മുറിക്കണം. ഞാനതിന് വിശദീകരിക്കേണ്ടതില്ല, നമ്മളൊരുപാട് തവണ വിശദീകരിച്ചതാണ്. നമ്മളെല്ലാവരും മുടി കളയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് കൊടുത്തത് അല്ലാഹ്. നമ്മളോട് എന്തേ കൊടുക്കാൻ പറഞ്ഞോളൂ? മുടിയെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മുടി നമുക്ക് വിലപ്പെട്ടതാണ്, സംശയമില്ല. കാരണം നമ്മളൊരു പേഴ്സണാലിറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ് മുടി എന്ന് പറഞ്ഞ സാധനം. അല്ലാതെ എങ്ങനെ നാട്ടിൽ പോകുക അല്ലെങ്കിൽ ഓഫീസിൽ പോകുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതില്ലാതെയാണ് പോകേണ്ടത്. കാരണം ഹജ്ജ് ചെയ്തതിൻ്റെ ഒരു ഷാർ, ഒരു ചിഹ്നം, ഒരു സിമ്പൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കടക്കുള്ളൂ. നമ്മുടെ ഈ തലങ്ങനെ തടവുമ്പോൾ ഞാൻ ഹജ്ജ് ചെയ്തവനാണ് കേട്ടോ എന്നൊരു തോന്നൽ നമുക്ക് വരും. അതുണ്ടാകണം. മറ്റുള്ളവർക്കും അത് കാണുമ്പോൾ അതുണ്ടാകും. നോക്കൂ, നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ കൊടുക്കുന്ന സമയത്ത് ഇസ്മായിൽ അറുത്ത അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? തിരിച്ചു വരില്ല.
എന്നാൽ നമ്മൾ മുടി കളഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് 1 മാസം കൊണ്ട് ഇത് എന്താവും, തിരിച്ചു വരും. ഇതിനേക്കാൾ മനോഹരമായി തിരിച്ചു വരും. മനസ്സിലായി? പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് കർമ്മത്തിലെ ഓരോ കർമ്മവും സസൂക്ഷ്മം നമ്മൾ പഠിച്ചാൽ ചെയ്യുന്നത്, അല്ലേ? സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ചെയ്യണം, സസൂക്ഷ്മം അനുഭവിച്ചാൽ ചെയ്യണം. നമ്മളങ്ങനെയാണ്. നമ്മളെല്ലാവരും പോയ മാതിരിയല്ല നമ്മൾ പോകണത്. എല്ലാവരും തവാഫ് ചെയ്ത മാതിരിയല്ല, എല്ലാവരും അറഫയിൽ നിന്ന മാതിരിയല്ല. നമ്മൾ വളരെ അനുഭവിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും നമ്മൾ അനുഭവിക്കണം. ഇത് ശരിക്കും നമ്മൾ അനുഭവിക്കണം. ഈ മുടി കളയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് അല്ലോ എൻ്റെ മുടി പോയില്ലേ എന്നാകരുത്, അല്ലോ എന്നെ മൊട്ടയായിപ്പോയല്ലേ എന്നല്ല. മറിച്ച് റബ്ബേ ഞാൻ തയ്യാറാണ്, എൻ്റെ കയ്യിലുള്ള വിലപ്പെട്ട സാധനം ഞാൻ നിനക്ക് തരികയാണ്. അതാണ് മനസ്സിലാക്കണം. ഓരോ മുടിയും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കനമുള്ളതാണ്. ഓരോ മുടിയും, നമ്മുടെ തലയിൽ നിന്ന് വീഴുന്ന ഓരോ മുടിയും അള്ളാഹുവിൻ്റെ പക്കൽ വില കൂടിയതാണ്. അതുകൊണ്ട് ഒരു പുരുഷനും അതിൽ അമാന്തം കാണിക്കരുത്. സ്ത്രീകൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഈ വിരലിൻ്റെ അറ്റം അത്രയും മുറിക്കേണ്ടോ, കെട്ടിയിട്ട ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് പരസ്പരം മുറിച്ചാൽ മതി. ഇതാണ് 3ാമത്തെ കർമ്മം ആയല്ലോ. കല്ലെറിഞ്ഞും അറവ്, പിന്നെ മുടികൾ. 4ാമത്തേത് ഹജ്ജിന് ഒരു തവാഫുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ തവാഫുൽ ഇഫാദ. ആ ഒഴുക്ക് അവസാനിക്കേണ്ടത് ഇവിടെയാണ്. പറ്റുമെങ്കിൽ നമ്മൾ കല്ലെറിഞ്ഞിട്ട് നേരെ ഒഴുകണം. പറ്റുമെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ നിർവഹിക്കാം. അത് അപ്പത്തെ അവസ്ഥ വെച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ആരും തീരുമാനിക്കേണ്ട ഞാൻ ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? നമുക്ക് അപ്പത്തെ അവസ്ഥ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഈ യാത്രയും ഈ കിടത്തവും ഇതൊക്കെ നമ്മളൊരു വിശ്രമിക്കുന്ന ജീവികളാണല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്രമിക്കുന്ന ജീവികളാണ് നമ്മൾ. അപ്പം നമുക്ക് തന്നെ തോന്നും സ്വയം, ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് തോന്നും. സത്യത്തിൽ ഈ ക്ഷീണം എന്ന് പറയുന്നത് തോന്നുന്നത് പലപ്പോഴുമല്ല, അതിലൊരു 80% മാനസികമാണ്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള, സംതൃപ്തിയുള്ള സാഹചര്യമോ അവസ്ഥയോ ഒക്കെ ആണെങ്കിൽ ആ ക്ഷീണം നമുക്ക് വരില്ല. ഉണ്ടോ? നിങ്ങൾ അനുഭവങ്ങൾ ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ മോളെ കല്യാണം നടക്കുകയാണ്. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം പകല് നമ്മൾ ആളുകളെ എന്താക്കണം? സ്വീകരിക്കണം. നമ്മളാരെങ്കിലും പോയി ബെഡ്റൂമിൽ പോയി ഉറങ്ങാറുണ്ടോ? അതോ നമ്മൾ വളരെ ഫ്രഷായി വെൽ ഡ്രസ്ഡായി വരിക ചെയ്യാം? നല്ല ഡ്രസ്സ് ചെയ്ത് ഫ്രഷായി നമ്മൾ റിസപ്ഷന് വേണ്ടി വന്ന് നിൽക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ അകത്തുള്ള ആഹ്ലാദമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, സംതൃപ്തിയാണ്. ഇതുണ്ടെങ്കിൽ ഒരു പരിധി വരെ ക്ഷീണത്തെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിലോ നമ്മൾ ക്ഷീണിച്ചു. മനസ്സിലായി? ഇതൊക്കെ ഞാൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇതൊന്നും വെച്ച് നിങ്ങൾ എന്താകരുത്, നിങ്ങൾക്ക് സത്യത്തിൽ എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ, ശാരീരികമായ പ്രശ്നം ഉണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യരുത്, ഈ ജംറയുടെ അടുത്ത് നിന്ന് മക്കയിലേക്ക് നടക്കാൻ സന്നദ്ധരാകരുത്. ഇല്ലെങ്കിൽ നമുക്കൊന്നിച്ച് മക്കയിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ വന്ന് തവാഫ് ചെയ്യാം. തവാഫ് കഴിഞ്ഞിട്ട് സായി ഉണ്ട്, സായി ചെയ്യാം. അത് കഴിഞ്ഞ് ഈ റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഫ്രഷായി രാത്രി നമ്മൾ തിരിച്ച് മീനയിലേക്ക് പോകണം. ഇത് നമ്മുടെ യാത്രയുടെ ഒരു ചെറിയ രൂപമാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ 5 കർമ്മങ്ങൾ ചെയ്തല്ലോ, അല്ലേ? 5 കർമ്മങ്ങൾ ചെയ്തു. ഇനി മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത് പറയുമ്പോൾ ഈ 5 കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ തർത്തീബ് തെറ്റുന്നതിന് വ്യത്യാസമില്ല. തർത്തീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രമമുണ്ടല്ലോ. 1ാമത്തേത് കല്ലെറിയലായിരുന്നു, 2ാമത്തേത് അറവായിരുന്നു, 3ാമത്തേത് മുടികളയിലായിരുന്നു, 4ാമത്തേത് തവാഫായിരുന്നു, 5ാമത്തേത് ശരി. മനസ്സിലായി? ഇതിൻ്റെ തർത്തീബ് തെറ്റുന്നതിന് വിരോധമില്ല, അങ്ങോട്ടോ കാണുന്നതിന് വിരോധമില്ല. പക്ഷേ ഇതാണ് നബി ചെയ്ത രീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ എന്തെങ്കിലും പറ്റായിക വന്നാൽ ആർക്കും എന്താകരുത്, അയ്യോ എൻ്റെ കർമ്മം
പോയോ എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാകരുത് എന്നർത്ഥം. മനസ്സിലായി? ഇതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം എന്നർത്ഥം. ഇനി നമ്മൾ ഇവിടെ വന്നു, റൂമിൽ പോയി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, ഭക്ഷണമൊക്കെ കഴിച്ച്. ഭക്ഷണം ഒന്നും ഇവിടെ ഫുഡ് ഉണ്ടാവില്ല, ഇവരൊക്കെ അവിടെ ഇരിക്കും. നമ്മൾ വേണമെങ്കിൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വളരെ സാവകാശം നമുക്ക് മിനയിലേക്ക് പോകാം. ഈ 5 കർമ്മങ്ങളിൽ ഏതെങ്കിലും 2 നിർവഹിച്ചാൽ നമുക്ക് തഹല്ലുൽ സഗീർ ആവും, ചെറിയ തഹല്ലുൽ സുഗറാം. ചെറിയ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി ഇഹ്റാമിൽ നിന്ന് വിരമിക്കലാണ്. അഥവാ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പലതും നമുക്ക് നിർവഹിക്കാം. ഡ്രസ്സ് മാറ്റാം, കുളിക്കാം, സുഗന്ധങ്ങൾ പൂശാം, നഖം വെട്ടാം, മുടി ഒക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമൊഴികെ എല്ലാമാകും. ബാക്കിയൊക്കെ നമുക്ക് എന്തായി? ഹലാല്. നമുക്ക് ഇതിൻ്റെ രസകരമായ രീതി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു എത്ര മനോഹരമായാണ് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കണം. ഇഹ്റാമിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു കൺട്രോളിങ് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുക. അല്ലാതെ അള്ളാഹ്ക്ക് എന്താ നമ്മൾ ഒന്ന് സുഗന്ധം പൂശിയാൽ എന്താ? ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു കൺട്രോളിങ് സിസ്റ്റം പഠിപ്പിക്കുക. നമ്മളങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. നമ്മൾ ഭയങ്കര എപ്പോഴും ഫ്രഷായി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം നിൻ്റെ ഫ്രഷ്നെസ് ഒന്ന് പോട്ടെ. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അത്രയേ ഉള്ളൂ. അങ്ങനെ കൺട്രോൾ സിസ്റ്റം ഞാൻ ചെയ്ത് അവസാനം പറഞ്ഞു നോക്ക്, എന്തിനാ ഈ 2 തഹല്ലുലൊക്കെ ആക്കി? നമ്മളെ പഠിപ്പിക്കണം. ഒരു ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്താകണം? ഇനി റെഡ് സിഗ്നൽ കാണുന്നിടത്തൊക്കെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണം. റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ചുവന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു വിരോധിച്ച കാര്യങ്ങളാണ്. അവയുടെ മുമ്പിൽ നമ്മളിനി സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തും, അതിലേക്ക് എത്തി. അതാണ് ശരിക്കും ഇഹ്റാമിൽ തഹല്ലുലാകുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്. അതാണ്. ഇനി എനിക്ക് അവസാനം തഹല്ലുലാകുമ്പോൾ, അവസാനം തഹല്ലുലായി, പൂർണ്ണമായി തഹല്ലുലായി അള്ളാഹു അനുവദിച്ച ലൈംഗിക ബന്ധത്തിലേക്ക് പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും മനോഹരമായ വികാരം അതാണ്. ഭയങ്കര സംഭവമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് നമ്മളെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റി. അതാണ് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്ന് പറഞ്ഞത്. സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റി. അന്ന് നമ്മൾ ശരിക്കത് അനുഭവിക്കും. നമുക്ക് തോന്നും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഓർക്കണം എപ്പോഴും. എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് തഖ്വയാകണം. വതസവ്വദൂ, ഇന്ന് സുബീഖുകൾ കേട്ട ആയത്തതല്ലേ? വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. വതസവ്വദൂ, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ യാത്രാ വിഭവങ്ങൾ സംഘടിപ്പിക്കണം. ഹജ്ജ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. വതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നുള്ള ആയത്തിൻ്റെ അവസാനമാണ് സൂറത്തുൽ ബഖറയിൽ. വതസവ്വദൂ, എന്നിട്ട് പറയാം ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങളുടെ യാത്ര അവസാനിക്കുമ്പോൾ യാത്ര അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ട ഏറ്റവും നല്ല യാത്രാ സാമഗ്രി എന്താ? അത്തഖ്വ. ആ തഖ്വയാണ് എന്ത്? ഈ റെഡ് സിഗ്നലിൽ നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ. ഗ്രീൻ ആകാതെ നമ്മൾ ഓടാൻ പാടില്ല. ഇനി ഗ്രീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും അനുവദിച്ചതാണ്. റെഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും അനുവദിക്കുക. എന്നിട്ട് പറഞ്ഞു വത്തഖൂനി, നിങ്ങൾ അങ്ങനെ എനിക്ക് തഖ്വയുള്ളവരാകണം. ആർക്കേ അത് കഴിയും? വത്തഖൂനി യാ ഉലിൽ അൽബാബുകൾക്കേ കഴിയും, ബുദ്ധിയുള്ളവർക്കേ കഴിയും. നോക്കൂ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ ബുദ്ധിവൈഭവത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ അപഗ്രഥിച്ചു പോകുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമ്മൾ പോയത് ഓരോന്നും, അല്ലേ? ഓരോ അമലുകളും. അല്ലെങ്കിൽ ഇതിങ്ങനെ വെറും ഫിഖ് പറഞ്ഞ് പോയാൽ മതി. അതെന്തിനാ? ഒരു തഖ്വ ഉണ്ടാകും. ബുദ്ധിയുടെ ഉള്ളിലേക്ക് ഇത് കയറുമ്പോൾ തഖ്വ വരും. തഖ്വയും ബുദ്ധിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇസ്ലാമിലെ ഒരു ആരാധനയും ഒരു കർമ്മവും ഒരു വിശ്വാസവും കേവലം ബാഹ്യമല്ല. മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ആഴത്തിലേക്ക് ചെന്നാൽ
നമുക്കതിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് മിനയിൽ വീണ്ടും തിരിച്ചെത്തി. ദുൽഹജ്ജ് 10 രാത്രിയാണ്, മനസ്സിലായില്ലേ? വേറെയുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആ യാത്ര 10 നമ്മൾ മക്കയിൽ നിന്ന് ഈ മിനയിലേക്കുള്ള യാത്ര ഒരല്പം സാഹസമുള്ളതായിരിക്കും, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. വണ്ടി കിട്ടണമെങ്കിൽ കിട്ടിയാൽ തന്നെ ചിലപ്പം ഭയങ്കര പൈസ ആയിരിക്കും. അന്ന് നമ്മൾ ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ലാസ്റ്റ് ഡേനേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ സ്വയം പേ ചെയ്ത് പോകേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കാണണം. അത് തന്നെയും ചിലപ്പോൾ നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്തിൻ്റെ കുറേ മുമ്പേ ഇത് എത്തുള്ളൂ. അവിടെ ട്രാഫിക് പോലീസ് തടയും. അപ്പോൾ നമ്മളവിടെ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മളെ ടെൻറ്റിലേക്ക് നടക്കേണ്ടി വരും. ഇതൊക്കെ കാണണം എന്നർത്ഥം. ഇതിലൊന്നും ഒരു പ്രയാസവും ഉള്ളിൽ ആർക്കും തോന്നരുത് എന്നർത്ഥം. കാരണം നമ്മളെ വലിയ സന്തോഷം നമുക്ക് കിട്ടി, അത് സ്വർഗമാണ്. ഇനി നമുക്കൊന്നും പ്രയാസമാവില്ല, മനസ്സിലായില്ലേ? ഇനി ഇൻ കേസ് നമ്മൾ നടന്ന് മിനയിലെത്തി നമ്മളെ ടെൻറ്റിലെത്തിയില്ല എന്ന് വെക്കുക, ഒരു പ്രശ്നമില്ല. ടെൻറ്റിലെത്തണം എന്നൊന്നുമില്ല. ടെൻറ്റിലെത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ഇന്റേണൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു സ്ഥലത്തായി പരസ്പരം കണ്ട് ഒരുമിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മിനയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി? മിനയിൽ രാത്രി താമസിക്കുക എന്നതിൽ പെട്ടു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ നടക്കണമെങ്കിലൊക്കെ നമ്മൾ എവിടെയാണ്? മിനയിലാണ്. അപ്പോൾ ഒരു ബേജാറായിട്ട് നടക്കരുത്. ഞാൻ എൻ്റെ ടെൻറ്റിൽ എത്തുമോ? ആ ബേജാറൊന്നും ഉണ്ടായിരുന്നു. നമ്മളെവിടെയുള്ളത്? മിനയിലാണ്. ഖലാസ്, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ മിനയിലാണ്. ഓക്കെ. ആകെ ഉണ്ടാകുക പിന്നെ വെച്ചാൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റൂല, അതൊന്നും ഉറക്കൊന്നും നമ്മൾ അറിയില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഉണ്ടാവും, കുറേ ആളുകളുണ്ടാവും, നമ്മൾ മാത്രമല്ലല്ലോ. നമുക്ക് മാത്രം ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് എന്ത്? അപ്പോഴല്ലേ ഉറക്ക പ്രശ്നാൽ. എല്ലാവരും ഭയങ്കര ആരവത്തിലാണ്, ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. സ്വർഗം കിട്ടിയ ആഘോഷവും ആരവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാവില്ല വെച്ചാൽ. ഏതായാലും നമ്മൾ ടെൻറ്റിലെത്താൻ പരമാവധി ശ്രമിക്കുക. ടെൻറ്റിൽ എത്താൻ സാധിക്കാത്തവർ ഗ്രൂപ്പ് ലീഡർമാരുമായി പരസ്പരം ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഒരു മിസ്സിങ് അറിയൽ അന്ന് രാത്രി. ആരെങ്കിലും എത്താത്തതുണ്ടോ, പോയതുണ്ടോ ഇല്ലേന്നൊക്കെ. അഥവാ പോയെങ്കിൽ തിരിച്ചെത്തൽ അന്ന് രാത്രിയാണ്. ചിലപ്പം പലരും പോകാം. ഈ യാത്രയുടെ ഒരു സംഗതി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോയാൽ പോലും ചിലപ്പോൾ എന്താവും? മിസ്സിങ് വരാം. പക്ഷെ ആ മിസ്സിങ് ഒന്നും ഒരു പ്രശ്നമാവില്ല. നിങ്ങൾ അന്ന് എന്തായിരുന്നാലും രാത്രി എവിടെ എത്തും? മിനയിലെ നിങ്ങളുടെ ടെൻറ്റിലെത്തും. നിങ്ങൾക്കൊരു റെസ്റ്റ് കൂടി തരാം, ഒരു വാച്ച് മാതിരി സാധനം തരാൻ പോകുന്നുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഇതല്ലാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, അതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്യാൻ ഇവരെടുത്ത് സ്കാനർ ഉണ്ടാവും. സ്കാൻ ചെയ്ത് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കും. അതിന് വോളണ്ടിയേഴ്സ് ഉണ്ട്, NCC ഉണ്ട്, സ്കൗട്ട് ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഒരു സംഗതിയിലും ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോടാണ് പറയുന്നത്, ഭർത്താവിനെ കാണാനില്ലല്ലോ അല്ലെങ്കിൽ കൂടെയുള്ളവരെ കാണാനില്ലല്ലോ എന്ന ഒരു ബേജാറാകരുത് നമുക്കുണ്ടാകേണ്ടത്. അന്ന് നമുക്ക് പരിപൂർണ്ണ സന്തോഷമായിട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജംറയിൽ കല്ലെറിഞ്ഞ് പോകുമ്പോൾ ചെല്ലാൻ പറഞ്ഞത് തക്ബീർ. ആ തക്ബീർ സന്തോഷത്തിൻ്റെ തക്ബീർ. ഇബ്രാഹിം നബി സന്തോഷത്തിൻ്റെ തക്ബീർ അല്ലേ മുഴക്കിയത്? അതുകൊണ്ടാണല്ലോ ദുൽഹജ്ജ് 10 പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ തക്ബീർ മുഴക്കിയത്. ഇബ്രാഹിം നബി മുഴക്കിയ തക്ബീറാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ കുഞ്ഞുമോനെ കൊടുക്കാതെ തിരിച്ചു കിട്ടി എന്നത്. നമ്മുടെ സന്തോഷം എന്താ? നമുക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി, അത് മുഖേന നമുക്ക് സ്വർഗം കിട്ടിയെന്ന സന്തോഷമാണ്. അപ്പം അന്ന് ആരും ദുഃഖിക്കാൻ പാടില്ല. ദുഃഖമല്ല എന്നുണ്ടാകേണ്ടത് സന്തോഷം. അങ്ങനെ നമ്മൾ മിനയിലെത്തി. ഇനിയൊന്നുമില്ല, ഹജ്ജ് ഏകദേശം കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ദുൽഹജ്ജ് 11 പിറ്റേ ദിവസം നേരം വെളുത്താണ്, അല്ലേ? 11 സാധാരണ ദിവസമാണ്, ഒരു പ്രത്യേകതയൊന്നുമില്ല, സാധാരണ ദിവസം. മിനയിലാണ് നമ്മൾ പകൽ സമയത്തുള്ളതെങ്കിൽ നമസ്കാരങ്ങൾ ഫസ്റാക്കി നിർവഹിക്കുക. പരമാവധി നമുക്ക് മിനയിൽ ഉണ്ടാകാൻ ശ്രമിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. നബി ആ ടെൻറ്റ് മസ്ജിദുൽ ഖൈഫ് നമ്മൾ കാണും. ജംറയിൽ കല്ലെറിയാൻ പോകുമ്പോൾ പലരും കണ്ടിട്ടുണ്ട്. ആ മസ്ജിദുൽ ഖൈഫ് നിന്ന സ്ഥലത്താണ് നബി ടെൻ്റ് അടിച്ചത്, തമ്പടിച്ചത്.
മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലുമൊക്കെ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് റൂമിലേക്ക് പോകണതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എവിടെ എത്തണം? രാത്രി മിനയിലെത്തണം. ഓക്കെ, നമുക്ക് ദുൽഹജ്ജ് 11 ആകെ ഒരു കർമ്മേ ഹജ്ജിൻ്റെ ആയിട്ട് ചെയ്യാനുള്ളൂ. അത് 3 ജംറകളിൽ കല്ലെറിയലാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ളുഹറിന് ശേഷമാണ്. ളുഹറിന് ശേഷം ഏതറ്റം വരെ പോകാം. അതിൻ്റെ ശ്രേഷ്ഠമായ സമയം ളുഹർ മുതൽ മഗ്രിബ് വരെ. ളുഹർ മുതൽ മഗ്രിബ് വരെ. ഒരാൾക്ക് ളുഹറിന് ളുഹറിന് ശേഷം എന്ന് പറയുമ്പോൾ ആ ഏറ്റവും തുടങ്ങുന്ന സമയത്ത് നമ്മൾ പോകില്ല. കാരണം ഭയങ്കര തിരക്കായി. നമ്മളൊരു മിഡിലൊക്കെ പോകുള്ളൂ. ഒരു അസറിന് ശേഷമൊക്കെ സമൂഹമായിട്ട് പോകാറുള്ളൂ. ഒറ്റയ്ക്ക് പോണതിന് വിരോധമൊന്നുമില്ല. ഭയങ്കര സുഖമാണ്. ഇത് ഒരു പ്രയാസമൊന്നുമില്ല. നിങ്ങളങ്ങനെ ബേജാറാണ്ട ഒരു കാര്യമൊന്നും അല്ല. ഓക്കെ, നമ്മൾ ജംറത്തുൽ ഒന്നാമത്തെ ജംറയിലാണ് ആദ്യം കല്ലെറിയേണ്ടത്. എവിടുന്ന് വരുമ്പോൾ നമ്മൾ ഏത് ഫ്ലോറിലേക്കാണ് പോവുക എന്ന് നമ്മളല്ല നിശ്ചയിക്കും. മനസ്സിലായില്ലേ? ഓരോ റോഡുകൾ ഓരോ ഫ്ലോറിലേക്ക് എത്താം. 6-7 റോഡുകളുണ്ട്. അതിൽ ഓരോന്നും ഓരോ ഫ്ലോറിലേക്കാണ്. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക അടിയിലെറിയാനാണ്. ഏറ്റവും അടിയിലെ ഫ്ലോറിലെറിയാനാണ്. അപ്പോൾ നമ്മൾ നോക്കും അടിയിലെ ഫ്ലോറിൽ എത്താനുള്ള റോഡ് ഏതാന്ന് നോക്കിയിട്ട് അതിലൂടെയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അതെന്നെ നടന്നോളന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആയില്ല എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ജംറയിൽ 7 കല്ലുകൾ എറിഞ്ഞു. മിനയിൽ നിന്ന് വരുമ്പോഴുള്ള ഒന്നാമത്തെ ജംറയിൽ 7 കല്ലുകൾ എറിഞ്ഞു. എങ്ങോട്ടാ മാറണ്ടേ? വലത് ഭാഗത്ത്. ക്ലിയർ അല്ലേ? എന്നിട്ട് മാറി നിന്ന് ദുആ ചെയ്യുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. മനസ്സിലായില്ലേ? വീണ്ടും മുമ്പോട്ട് പോവുക. രണ്ടാമത്തെ ജംറയിൽ 7 കല്ലെറിയുക. എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് മാറി നിൽക്കുക, കൈ ഉയർത്തുക, ദുആ ചെയ്യുക. മനസ്സിലായില്ലേ? അവിടെ ഏറ്റവും നോക്കൂ, അവിടെയുള്ള ദുആകളിൽ ഈ 2 ദുആ ഉള്ളൂ. ഇനി 3-ാമത്തേൽ ദുആ അല്ല. ആ ദുആകളിൽ നമ്മളിങ്ങനെ കൈ പൊക്കുമ്പോൾ എന്താ ശരിക്കും നമുക്കുണ്ടാകേണ്ട ഒരു വികാരം? ആ കൈ ഇങ്ങനെ പൊക്കി അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ വളരെ വിനയാന്വിതരാകണം. അള്ളാഹുവേ, എന്തൊരു സംതൃപ്തിയാണ് എനിക്ക് നീ നൽകിയത്. നിന്റെ നിഅമത്ത് എത്ര ശക്തമായാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്. എവിടെയാ ഞാൻ നിൽക്കുന്നത്? എന്ത് ചെയ്താൽ നിൽക്കുന്നത്? ഏത് കർമ്മം അവസാനിച്ചാണ് ഞാൻ നിൽക്കുന്നത്? ആ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ് ഹംദ് പറയേണ്ടത്. അല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ടാകണം. നമുക്ക് കിട്ടിയ ഒരു സംഗതി ഉണ്ട്, അതുണ്ടാകണം. അത് ആലോചിച്ച് വേണം ഈ കൈ ഇങ്ങനെ പൊക്കാൻ. അപ്പോൾ നമ്മളറിയാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ വരും. എന്തും ചോദിക്കാൻ ബാക്കി വെച്ച വല്ലതും ഉണ്ടെങ്കിൽ, അല്ലോ അറഫയിൽ പറയാൻ മറന്നുപോയി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ കല്ലെറിഞ്ഞ സ്ഥലം. കല്ലെറിഞ്ഞ് നിൽക്കുക എന്ന് വെച്ചാൽ കല്ലെറിയുന്നതോടുകൂടി നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കല്ലെറിയുന്നത്, എന്തിനാണ് എറിഞ്ഞത്? നമ്മുടെ ഉള്ളിലുള്ള അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തെ, അള്ളാഹുവിൻ്റെ ഈ വെളിച്ചത്തെ സ്വീകരിക്കാൻ തടസ്സമാകുന്ന എല്ലാറ്റിനെയുമാണ് എറിഞ്ഞത്. അപ്പം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹിനോട് നമ്മൾ പറയണം, അള്ളാഹു നിനക്കിഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. ഇന്ന് മുതൽ നിനക്കിഷ്ടമുള്ളതേ എന്തുള്ളൂ? എനിക്കിഷ്ടമുള്ളൂ. സോ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹം കാണിക്കും, കാരുണ്യം കാണിക്കും. അവിടെ ചോദ്യമൊക്കെ കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. ഞാനിതൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ, അവിടുന്ന് ഇതൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല, കാരണം തിരക്കായിരിക്കും. ശരിക്കും അവിടുന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ നിങ്ങൾ അവിടെ വെച്ച് ഇതൊക്കെ ഓർക്കണം. അവിടുന്ന് ഒന്നും പറയാൻ കഴിഞ്ഞോളന്നില്ല, നല്ല തിരക്കായിരിക്കും, സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതാണ്, ഇതായിരിക്കണം ഈ കൈ പൊക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്. എന്നിട്ടെല്ലാം ചോദിക്കുമ്പോഴെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരാളും ദുനിയാവ് മാത്രം ചോദിക്കരുത്, അത്രയേ ഉള്ളൂ. ആഖിറത്തും കൂടി കൂട്ടി എന്താക്കണം? ചോദിക്കണം. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. വേറെ ഒരു ചോദ്യത്തിനും എന്ത് ചോദിക്കുന്നതിനും തടസ്സമില്ല. ഓക്കെ, ഇപ്പം എന്ത് ചോദിക്കുന്നതിനും തടസ്സമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു സിമ്പിളായ വാക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പ് അറ്റുപോയി എന്ന് വെക്കുക. ചെരുപ്പ് അറ്റുപോകും ചിലപ്പോൾ നടന്നു പോകുമ്പോൾ.
അപ്പൊ ആ ചെരുപ്പറ്റു പോയ ആ ചെരുപ്പിന്റെ വാറ് പോലും ആരോട് ചോദിക്കാം? അള്ളാഹുവിനോട് ചോദിക്കാം. അപ്പൊ ഒരു പരിഹാരം ഉണ്ടാവും. നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് എത്തും. എന്താ വെച്ചാൽ അങ്ങനെ എന്ത് നമ്മൾ ചോദിച്ചാലും അള്ളാഹു നമുക്ക് പരിഹാരം നൽകുമെന്ന ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക. ഇപ്പൊ രണ്ടാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞു. ഇനി മൂന്നാമത്തെ ജംറയിൽ കല്ലെറിയണം. മൂന്നാമത്തെ ജംറ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനയില്ല. കാരണം ചോദിക്കാനുള്ളതൊക്കെ നമ്മൾ രണ്ട് സ്ഥലത്ത് എന്താക്കി ചോദിച്ചു. മനസ്സിലായില്ല? അവിടെ പ്രാർത്ഥന ഇല്ല എന്ന ഒരു കർമ്മശാസ്ത്രം മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്. പക്ഷെ അവിടെ പ്രാർത്ഥന ഇല്ല. കാരണം എന്താ? ഞാൻ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞു. മനസ്സിലായി? നമുക്ക് ഒന്നും ചോദിക്കാനില്ലെങ്കിലും കൂടി അള്ളാഹു പറയുന്നുണ്ട് വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ ഫദ്ലിനെ ചോദിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യത്തെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫദ്ല പറയും. ഫദ്ലിനെ ചോദിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞു. നമ്മൾ തിരിച്ചെങ്ങോട്ട് പോകും? ടെന്റിലേക്ക് തന്നെ പോകും. എന്നിട്ട് അവിടെ താമസിക്കും. പിറ്റേ ദിവസം നേരം വെളുത്താൽ എത്രയും 12 ദുൽഹജ്ജ് 12. നമ്മളെ ഹജ്ജ് അവസാനത്തോടടുക്കുകയാണ്. നമ്മുടെ സന്തോഷം പരിപൂർണമാവുകയാണ്. 12ാമത്തെ ദിവസം ഭയങ്കര ദിവസമായിരിക്കും. അന്ന് മഹാഭൂരിപക്ഷം ആളുകളും അന്നും നമുക്ക് ചെയ്യാനുള്ളത് 3 ജംറകളിൽ കല്ലെറിയലാണ്. കല്ലെറിയേണ്ട സമയം പറഞ്ഞല്ലോ, കല്ലെറിയലാണ്. കല്ലെറിഞ്ഞ് പ്രാർത്ഥിക്കലൊക്കെ പറഞ്ഞല്ലോ, ഇനി പറയണ്ടല്ലോ. 12ാമത്തെ ദിവസം കല്ലെറിഞ്ഞ ശേഷം നമുക്ക് ആർക്കെങ്കിലും വലിയ പ്രതിബന്ധമോ പ്രയാസമോ ഉണ്ടെങ്കിൽ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാം, വീട്ടിലേക്ക് മടങ്ങാം, റൂമിലേക്ക് മടങ്ങാം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. അതാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ആർക്കെങ്കിലും ധൃതിയുണ്ടെങ്കിൽ അങ്ങനെ പിരിഞ്ഞു പോകുന്നതിന് പാപമില്ല, കുറ്റമില്ല എന്നേ ഉള്ളൂ. എന്നാൽ വമൻ തഅഖറ, ആരെങ്കിലും അന്നുകൂടി അവിടെ താമസിക്കുകയാണെങ്കിലോ അതാണ് തഖ്വയുള്ളവർക്ക് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. നമ്മുടെ ശരീരവും ഹൃദയവും തമ്മിൽ ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ പറയും വന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ 2 ദിവസം കഴിഞ്ഞാൽ പോകാം, എന്നാൽ പിന്നെ എന്താ എനിക്ക് പോയാൽ പോയിക്കോളും, ഒരു വിരോധമില്ല. നിങ്ങളെ ഹൃദയത്തോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളെ ഹൃദയത്തോട് ചോദിക്കും, ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കുകയാണോ, വേണോ എന്ന് നമ്മൾ ഹൃദയത്തോട് ചോദിക്കും. അത്രയേ ഉള്ളൂ. വേറെ ഇതിലൊരു നിർബന്ധവുമില്ല. നമ്മൾ സാധാരണ ചെയ്യുക 13-നും കൂടി 12-നും കൂടി രാത്രി അവിടെ താമസിച്ച് 13-ന്റെ ഏറ് കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുക? മടങ്ങുക. ഇൻഷാ അല്ലാഹ്. ഇതാണ് ഹജ്ജിന്റെ രൂപം എന്ന് പറയുന്നത്. 13-ന്റെ ഏറ് കഴിഞ്ഞ് നമ്മൾ മടങ്ങി ഇവിടെ എത്തും. ഒരു അസറൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഇൻഷാ അല്ലാഹ് എത്തും. അങ്ങനെയാണ് സാധാരണ എത്താറുള്ളത്. വലിയ ട്രാഫിക് ജാമൊന്നും അന്ന് വല്ലാതെ ഉണ്ടാകാൻ സാധ്യതയല്ല. 12 ആണെങ്കിൽ കുറച്ച് ജാമും പ്രശ്നമൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. 13-ന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൂമിലെത്തി. ഇനി ഹജ്ജിന്റെ ത്വാഫും സായും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് പൂർത്തിയാക്കാം. അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ചെയ്താലും മതി, വിരോധമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യം അനുസരിച്ച് തവാഫ് ഒരു ദിവസവും സാജി വേറെ ദിവസം ചെയ്യണമെന്നും വിരോധമല്ല. ആരോഗ്യം അനുസരിച്ച് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഹജ്ജിൻ്റെ കർമ്മത്തിൽ 1 മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ എപ്പോഴാണോ ഇവിടുന്ന് മടങ്ങുന്നത് അപ്പോൾ തവാഫുൽ വിദാ ചെയ്യും. 2 തവാഫുകൾ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണമെങ്കിൽ 2 കൂടി ക്ലബ് ചെയ്യാം. തവാഫുൽ ഇഫാദയും തവാഫുൽ വിദായും കൂടി ഒന്നിച്ച് ചെയ്യാം. പക്ഷേ എപ്പോഴേ ചെയ്യാൻ പറ്റൂ? പോകുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ആ തവാഫുൽ വദായും കൂടി നിയ്യത്ത് ചെയ്ത് 2 കൂടി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം എന്തുണ്ട്? ഒരു സഅയ്യുണ്ട്. മനസ്സിലായി? തവാഫുൽ വിദാഇന് സഅയ്യില്ല. തവാഫുൽ ഇഫാദ ചെയ്യാതെ ക്ലബ് ചെയ്ത് ഒന്നിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സഅയ്യ്. അത് നമ്മളെ അപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് ചെയ്യാം. 2ഉം 2ആയി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്കൊരു ചാൻസ്, ഒരു തവാഫും കൂടി ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. നമ്മളിനി താഴെ കൂടി ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് മുകളിൽ ചെയ്യാം. മുകളിലും സൗകര്യം ഉണ്ടല്ലോ, വെയിലൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയും. അതൊക്കെ അപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്.
ഇതോടുകൂടി നമ്മുടെ ഹജ്ജിൻ്റെ ബാഹ്യമായ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ആന്തരികമായ അവസ്ഥയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ഹജ്ജ് മബ്റൂറാണോ, മബ്റൂറാകാനുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ എന്താ എന്ന്, മബ്റൂറാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനെ സംരക്ഷിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുക. ഇതാണ് ഹജ്ജിനെ കുറിച്ച് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ രീതിയിൽ ഈ ഹജ്ജ് വളരെ പ്രയാസമൊന്നുമില്ലാതെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ.